വിഷമിക്കാതെ. ഹൈദരാബാദിൽ 3 ദിവസം നിന്ന് കഴിയുമ്പോ മനസ്സൊക്കെ ഒന്ന് തണുക്കും. അതെ, അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ശരിയാക്കാന്നല്ലേ ഗൗതം സാറ് പറഞ്ഞിരിക്കുന്നത്. ഹലോ, സഞ്ജന മേഡവും പരിവാരങ്ങളും കൂടി എങ്ങോട്ടാ യാത്ര? ആരാ സംസാരിക്കുന്നേ? ആദ്യം എന്റെ ചോദ്യത്തിനുള്ള മറുപടി പറയാടുത്തിയേ. എവിടേക്കാ യാത്ര? അറിഞ്ഞിട്ട് നിങ്ങൾക്കെന്താ കാര്യം? എനിക്കെന്താ കാര്യം അറിയണമെന്നുണ്ടെങ്കിലേ ഏടത്തി പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാ മതി. ഉസ്മാനെ, പോലീസ്! ഒന്ന് വേഗം പോടോ. അവരോട് പതുക്കെ പോകാൻ പറ. ഇത് പോലീസ് വണ്ടിയാണ്, എല്ലാം കഴിയുമ്പോൾ എത്തുള്ളൂ. നീ ഇങ്ങോട്ട് മാറിയിരുന്നേ. ഓ, എന്നാ പിടിച്ചോ. ഒന്ന് വേഗം പോ സാറേ. എനിക്കിന്നൊരു പുതിയ കഥയാണ് കേൾക്കേണ്ടത്. ഏത് പെൺകുട്ടിയും മോഹിച്ചു പോകുന്ന പേഴ്സണാലിറ്റി ഉള്ള മോഡൽ ഫോട്ടോഗ്രാഫർ വിമൽ റോയ്. അയാളുടെ മുമ്പിലെത്തിയ സുന്ദരിയായ മോഡൽ ലീല. അത്രയും ഭാഗം ഓക്കെ, ക്ലിയർ. പിന്നെന്താണ് സംഭവിച്ചത്? പറയൂ. ഏത് പെൺകുട്ടിയും പോലെ ഞാൻ സ്നേഹിച്ചു വിമലിനെ. 100% സിൻസിയറായിട്ട് തന്നെ. പക്ഷേ എന്നോട് അയാൾ ഇങ്ങനൊരു ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും നല്ല ചേർച്ചയുണ്ട് രണ്ടുപേരും. ഓക്കേ ഓക്കേ, ബൈ. താങ്ക് യു. എന്റെ വിശ്വാസങ്ങളെല്ലാം തെറ്റിക്കുന്ന അനുഭവമായിരുന്നു അത്. കുഴഞ്ഞു വീണ എന്നെ അർത്ഥനഗ്നിയാക്കി ചിത്രങ്ങൾ എടുക്കുന്നത് ഒരു സ്വപ്നത്തിൽ എന്ന വണ്ണം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ അയാൾ ചെയ്തതെന്ന് എനിക്ക് അറിയണമായിരുന്നു. അത് ചോദിക്കാൻ ഞാൻ അയാളുടെ സ്റ്റുഡിയോയിലെത്തി. അന്നാണ് ഞാൻ അവന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞത്. പറയടാ, എന്തിനാ നീ എന്നോട് ഇങ്ങനൊരു ചതി ചെയ്തത്? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി. ഞാൻ വെറുതെ just for fun. That's all. ഞാനിത് വിശ്വസിക്കില്ല. പറ, എന്താ നിന്റെ ഉദ്ദേശം? പറയടാ, എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? പറയാതെ നിന്നെ ഞാൻ വിടില്ല. ഏയ് വെയിറ്റ്, എന്തിനാ ഈ ഫോട്ടോസ് എന്ന് നിനക്ക് അറിയണമല്ലേ? ഇറ്റ്സ് മൈ ബിസിനസ്. ഈ ഫോട്ടോകൾ പബ്ലിഷ് ചെയ്തിരിക്കാൻ വേണ്ടി നീ എനിക്ക് വഴങ്ങും. പിന്നെ ഞാൻ പറയുന്ന പലർക്കും. അതിനുശേഷം ഫോട്ടോ വെച്ചുള്ള അവന്റെ ഉപദ്രവം വർദ്ധിച്ചു. ഒരു ദിവസം എന്നെ തേടി ഞങ്ങളുടെ റെസ്റ്റോറന്റിലെത്തിയ അയാൾ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി. ഞങ്ങളുടെ ഒരു സ്റ്റാഫിന്റെ തലയടിച്ച് പൊട്ടിക്കുകയും ചെയ്തു.
എന്നിട്ട് മാനം രക്ഷിക്കാൻ മറ്റൊരു വഴിയും കാണാതെ ഞങ്ങൾ ഗോവ വിടാൻ തീരുമാനിച്ചു. പിന്നെ അറിയാമല്ലോ, ലീല സഞ്ജനിയായി, മലയാളികളുടെ ഇഷ്ടതാരമായി, ആദ്യ ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ അവാർഡ് വരെ വാങ്ങി, കുടുംബ സദസ്സുകളുടെ പ്രിയ നായികയായി പേരെടുത്ത് വരുമ്പോഴാണ് വീണ്ടും അയാൾ. എന്താ നിർത്തി കളഞ്ഞത്? പറഞ്ഞോളൂ. പിന്നെ ഞാൻ അയാളെ കാണുന്നത് ഹൈവേ സൈഡിൽ ഒരു അജ്ഞാത മൃതദേഹം എന്ന വാർത്തയില. ലീലാമ്മ സഞ്ജനയായി കേരളക്കര കീഴടക്കുമ്പോൾ വിമൽ റോയ് ഗോവ ജയിലിലായിരുന്നു. ശിക്ഷ കഴിഞ്ഞിറങ്ങിയ അയാൾ കേരളത്തിലേക്ക് വന്നത് ഹൈവേ സൈഡിൽ അജ്ഞാത മൃതദേഹമായിട്ട് കിടക്കാനായിരുന്നില്ല, പഴയ ലീലാമ്മയെ കാണാനായിരുന്നു. ശരിയല്ലേ? ഞാൻ പറയാം സർ. മേഡത്തിനൊരു വിസിറ്റർ വന്നിട്ടുണ്ട്. താങ്ക് യു. പോയി റൂം തുറന്നോളൂ. ആ ഫോട്ടോസും കൊണ്ടായിരുന്നു അയാളുടെ വരവ്. 10 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അവ പരസ്യപ്പെടുത്തുന്നായിരുന്നു അയാളുടെ ഭീഷണി. ഞാൻ ഒരുപാട് ആലോചിച്ചു. അയാൾ ആവശ്യപ്പെട്ട പണം നൽകിയില്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സൽപ്പേര് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവും. ഒടുവിൽ ഞാൻ 10 ലക്ഷം രൂപ കൊടുത്ത് വിമലിന്റെ പിടിയിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അയാൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് പണവുമായി ഞാൻ ചെന്നു. പറഞ്ഞ പണം മുഴുവൻ ഇതിനകത്തുണ്ട്. യുവർ ഫോട്ടോസ് ആൻഡ് നെഗറ്റീവ്സ്. ഗുഡ് ബൈ. നിങ്ങളുടെ നിഴൽ പോലും ഇനി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്.